കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അട്ടമല സ്വദേശി ബാലകൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ഷാദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷാദ്, ഇപ്പോൾ നമ്മൾ അവർക്കൊപ്പം തന്നെ നടന്ന് ആ കഠിനമായ വഴികളൊക്കെ താണ്ടി അങ്ങോട്ടേക്ക് പോകുന്ന യാത്രയിൽ ഷാദും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ സംസ്കാര ചടങ്ങുകൾ ആരെല്ലാം ഉണ്ട്, അവരുടെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് അല്ലേ? ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണോ? തീർച്ചയായിട്ടും സ്മിത, സാധാരണഗതിയിൽ നമുക്കറിയാം വളരെ വേദന ജനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. കാരണം ഒരു സാധാരണ മരണമല്ല, മറിച്ച് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. കാരണം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന തൻ്റെ സഹോദരൻ അല്ലെങ്കിൽ മകൻ, അച്ഛൻ, അങ്ങനെയായിട്ടുള്ള പലരും, പല വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന പലരുടെയും ആരൊക്കെയായിരുന്നു ബാലകൃഷ്ണൻ. പക്ഷേ നിലവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞു. നിലവിലിപ്പോൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവരുടെ ഊരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഊരെന്ന് പറയുന്നത് നമുക്ക് അറിയാം, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. അത്രയും കഠിനമായ വഴികളിലൂടെ നടന്നു വേണം ഇവരുടെ ഊരുകളിലേക്ക് എത്താൻ. അവിടെ എത്തിയതിനു ശേഷമാണ്, അതായത് ഏറാട്ടുകുണ്ട് കോളനി, അവിടേക്ക് ഫോറസ്റ്റിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും നേതൃത്വത്തിലുള്ള സംഘം അവരാണ് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ എല്ലാവരും തന്നെ, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലും ഇനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളണം. പക്ഷേ അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം നമുക്കറിയാം, അതായത് കാട്ടാന ആക്രമണത്തിലാണ് ബാലകൃഷ്ണന്റെ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കോളനിയിൽ വരുന്ന ഘട്ടത്തിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. കാരണം നമ്മളൊക്കെ വലിയ സുഖലോലുപതയിൽ ജീവിക്കുന്ന ഘട്ടത്തിൽ സാധാരണക്കാരായ, അല്ലെങ്കിൽ ഏറ്റവും പ്രയാസപ്പെട്ട താഴേക്കിടയിൽ അന്നത്തിന് വേണ്ടി ഉപജീവനം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ചുരുങ്ങിയ വീടുകൾ മാത്രമേ ഈ പ്രദേശത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കുറേ അധികം ആളുകളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ കുറച്ച് കുടുംബങ്ങൾ ഇവിടെ തന്നെ നിന്ന് പോവുകയായിരുന്നു. അതിലൊരു കുടുംബമാണ് ഈ ബാലകൃഷ്ണൻ്റെത് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്, പോലീസുണ്ട്. അല്പസമയത്തിനകം ജില്ലാ കളക്ടർ ഈ സ്ഥലത്തേക്ക് എത്തും. പക്ഷേ അങ്ങനെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ദുർഘടം പിടിച്ച ഇടമാണ്. ഒരുപക്ഷെ ഒരു ദൃശ്യമാധ്യമം, അത് 24 മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെയുള്ളൂ ഈ ദൃശ്യങ്ങൾ പുറത്തെത്തിക്കുന്നത്. കാരണം വലിയ പ്രതിഷേധങ്ങളും വലിയ കോലാഹലങ്ങളും ഒക്കെ ഈ മരണവുമായി ബന്ധപ്പെട്ട് നടന്നെങ്കിലും, പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം ഒരു മരണം സംഭവിക്കുമ്പോൾ ഇവിടേക്ക് എത്തേണ്ട പലരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും മനുഷ്യസ്നേഹികളായുള്ള കുറേ അധികം ആളുകൾ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, അങ്ങനെ കുറേ അധികം പേരുണ്ട്. എന്തായാലും ബാലകൃഷ്ണന്റെ മൃതദേഹം ഇപ്പോൾ സംസ്കരിച്ചിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം ജില്ലാ കളക്ടർ സ്ഥലത്തേക്ക് എത്തും. ശരി ഷഹദ്, അങ്ങനെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബാലകൃഷ്ണന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവരുടെ ആദിവാസി വിഭാഗത്തിന്റെ പ്രത്യേക രീതിയിലുള്ള സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പോയിരിക്കുന്നു. അതൊരു കുടുംബത്തിൽ നിന്ന് ഒരാളങ്ങ് പെട്ടെന്ന് ഇല്ലാതായിരിക്കുകയാണ്. അവർ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഒരുപാട് സമയമെടുക്കും. അവർ വല്ലാത്ത കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യ വിഭാഗമാണ് അവർ. വളരെ കുറച്ച് പേരെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. കാരണം അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഷഹദ് പോകുന്നത് നമ്മൾ കണ്ടല്ലോ.